നമസ്കാരം. ചില വീടുകളിൽ ചെല്ലുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാകുന്നു. എന്നാൽ ചില വീടുകളിൽ നാം കയറുമ്പോൾ തന്നെ മടിക്കുന്നു. ഒരു വീട്ടിൽ നല്ല ഊർജം, നെഗറ്റീവ് ഊർജവും ഉണ്ടാകുന്നു. നെഗറ്റീവ് ഊർജം പലതരത്തിൽ നമ്മുടെ വീടുകളിൽ വന്നു ചേരുന്നു. ഇവ വീടുകളിൽ നിന്ന് ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ ആ വീട്ടിൽ രോഗങ്ങളും കലഹങ്ങളും അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നങ്ങളും വന്നു ചേരുന്നു. അതിനാൽ നമ്മുടെ വീടുകളിൽ പോസിറ്റീവ് എനർജി വരുത്തേണ്ടത് അത്യാവശ്യമാണ്. മിക്ക വീടുകളിലും പഴമക്കാർ പറഞ്ഞിരുന്നു, പല കാര്യങ്ങളും പോസിറ്റീവ് എനർജി നമ്മുടെ വീടുകളിൽ വരുത്തുവാൻ വേണ്ടിയുള്ളതാണ്. ഈ വീഡിയോയിലൂടെ വീടുകളിൽ പോസിറ്റീവ് എനർജി എങ്ങനെ എളുപ്പത്തിൽ വരുത്താമെന്ന് മനസ്സിലാക്കാം. ഉമ്മറം. വീടിൻ്റെ പ്രധാന വാതിലിലൂടെ അടുത്തുള്ള സ്ഥലം വൃത്തിയായി സൂക്ഷിക്കണം. ഒരിക്കലും ധാരാളം സാധനങ്ങൾ വച്ച് വൃത്തിഹീനമാക്കരുത്. എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കണമെന്ന് പറയുവാൻ കാരണം ലക്ഷ്മി ദേവി ഈ വഴിയാണ് ഗൃഹത്തിൽ പ്രവേശിക്കുന്നത്. നമ്മുടെ വിശ്വാസം അനുസരിച്ച് സമ്പത്തിൻ്റെ ദേവതയായ ലക്ഷ്മി ദേവി നമ്മുടെ മുൻവശത്തെ വാതിലിലൂടെയാണ് ഗൃഹത്തിലേക്ക് പ്രവേശിക്കുന്നത്. 2. ചെരുപ്പ് വീടിനകത്ത് സൂക്ഷിക്കരുത്. അവ പുറത്താണ് വെക്കേണ്ടത്. എന്നാൽ പ്രധാന വാതിലിനടുത്തായി ചെരുപ്പ് വെക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ചെരുപ്പ് നെഗറ്റീവ് ഊർജമായി കണക്കാക്കപ്പെടുന്നു. അതിനാൽ ആണ് ഇവ പുറമേ സൂക്ഷിക്കാൻ പറയുന്നത്. പണ്ട് കാലത്ത് കാലുകൾ കഴുകിയതിന് ശേഷം മാത്രമേ വീടിൻ്റെ അകത്തേക്ക് കയറുവാൻ പാടുള്ളൂ. ഇത് പുറമേ നിന്നും വരുന്ന നെഗറ്റീവ് എനർജി വീട്ടിൽ കയറാതിരിക്കാൻ വേണ്ടിയാണ്. ഇതുപോലെ ചെരുപ്പ് ഇട്ട് പുറത്തു നടന്നതും നെഗറ്റീവ് എനർജി നമ്മളിൽ നിന്നും പോകാനുള്ള ഒരു വഴിയാണ്. 3. മാവിലയും നാരങ്ങയും. ചില വീടുകളിൽ മാവില തോരണം വാതിൽ തൂക്കിയിട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ 7 പച്ചമുളകുകളും നാരങ്ങയും തൂക്കിയിട്ടിരിക്കുന്നതും കാണാം. ഇവ പോസിറ്റീവ് ഊർജം വരാൻ വേണ്ടി ചെയ്യാവുന്നതാണ്. അന്നലക്ഷ്മി വീട്ടിലേക്ക് കയറാതിരിക്കാൻ വേണ്ടിയാണ് പച്ചമുളകും ചെറുനാരങ്ങയും തൂക്കിയിടുന്നത്. ശാസ്ത്രപ്രകാരം ഇങ്ങനെ ചെയ്താൽ ചെറിയ പ്രാണികൾ വരില്ല എന്നും പറയുന്നുണ്ട്. 4. ജനലുകളും വാതിലുകളും. വീടിനകത്ത് ശുദ്ധവായും സൂര്യപ്രകാശം എത്തുന്നത് പോസിറ്റീവ് എനർജിയാണ്. അതിൻ്റെ ജനലുകളും വാതിലുകളും തുറന്നിടുന്നത് നല്ലതാണ്. ഇങ്ങനെ വീടിനകത്തെ നെഗറ്റീവ് ഊർജം നഷ്ടമാവുകയും പോസിറ്റീവ് ഊർജം വന്നു ചേരുകയും ചെയ്യുന്നു. 5. ഉപ്പ്. നെഗറ്റീവ് എനർജി വീടുകളിൽ നിന്ന് പോകാൻ ഏറ്റവും ഉത്തമമായ പരിഹാരമാണ് ഉപ്പ്. നിങ്ങളുടെ സ്വീകരണ മുറികളിലും ആരും കാണാതെ ഒരു പാത്രത്തിൽ ഉപ്പ് വയ്ക്കണം. എല്ലാ ശനിയാഴ്ചകളിലും ഇവ വെള്ളത്തിൽ അലിയിച്ച് കളഞ്ഞ് ഇങ്ങനെ ചെയ്താൽ നെഗറ്റീവ് എനർജി വീട്ടിൽ ഉണ്ടാകില്ല. 6. ജലം. ഇതുപോലെ നെഗറ്റീവ് എനർജി ഒഴിവാക്കാൻ സാധിക്കും. സ്വീകരണ മുറികളിൽ അതിഥികൾ വരുമ്പോൾ തന്നെ കാണുന്ന രീതിയിൽ ഉരുളിയിൽ വെള്ളം നിറച്ച് പൂക്കൾ ഇട്ട് വയ്ക്കുന്നത് ഉത്തമമാണ്. ഇങ്ങനെ ചെയ്താൽ നെഗറ്റീവ് എനർജി ഒഴിവാക്കുന്നു. തെക്ക് കിഴക്ക് ദിശയിൽ ഇങ്ങനെ വയ്ക്കുവാൻ പാടുള്ളതല്ല. കാരണം ഇത് അഗ്നിമൂലയാകുന്നു. അതിനാൽ മറ്റേത് ദിശയിലും ഇങ്ങനെ വയ്ക്കാവുന്നതാണ്. 7. ആവശ്യമില്ലാത്ത വസ്തുക്കൾ. നാം ഉപയോഗിക്കുന്ന വസ്തുക്കൾ മാത്രം മുറികളിൽ ഉപയോഗിക്കുക. ആവശ്യമില്ലാത്ത വസ്തുക്കൾ ഒഴിവാക്കുമ്പോൾ പോസിറ്റീവ് എനർജി വന്നു ചേരുന്നു എന്ന് വാസ്തുപ്രകാരം പറയുന്നു. 8. നാരങ്ങ ഉപയോഗിക്കുന്നത് നെഗറ്റീവ് എനർജി ഒഴിവാക്കാൻ ഉത്തമമാണ്. ചെറുനാരങ്ങ വെള്ളത്തിലിട്ട് വയ്ക്കുക. ഈ വെള്ളം കേടാകാതെ നോക്കേണ്ടതാണ്. വെള്ളത്തിന് എന്തെങ്കിലും തരത്തിലുള്ള നിറവ്യത്യാസം വരുമ്പോൾ ആ ജലം മാറ്റേണ്ടതാണ്. ഇങ്ങനെ ചെയ്താൽ വീടുകളിലും പോസിറ്റീവ് എനർജി ലഭിക്കും. 9. സാമ്പ്രാണി. പല വീടുകളിലും സാമ്പ്രാണി കത്തിക്കുന്നു. ആ വീട്ടിൽ പോസിറ്റീവ് എനർജി വരുത്തുന്നതിന് ഉത്തമമാണ്. വെള്ളക്കടുക് ഇതിൽ ഇട്ട് കത്തിക്കുന്നതും ഇത് വളരെ നല്ലതാണ്.
വെള്ളക്കടുക് ഭൈരവദേവനെ പ്രീതിപ്പെടുത്തുന്നു. ഏത് തരത്തിലുള്ള നെഗറ്റീവ് എനർജി വീടുകളിൽ ഉണ്ടെങ്കിലും ഇങ്ങനെ ചെയ്യുന്നതിനാൽ ഒഴിഞ്ഞു പോകുന്നു. ഇങ്ങനെ ചന്ദനത്തിരിയും നിത്യവും കത്തിക്കുന്നതും ഉത്തമമാണ്. 10. ആനയും ആമയും. ഷെൻസ്യു പ്രകാരം ആനയും ആമയും വീടുകളിൽ പോസിറ്റീവ് എനർജി വരുത്തുന്നതാണ്. അതിനാൽ ആന തുമ്പിക്കൈ ഉയർത്തിയ രൂപം വയ്ക്കുന്നതും ഉത്തമമാണ്. ഇതുപോലെ ആമയുടെ ശില്പം വയ്ക്കുന്നതും ഉത്തമമാണ്. ഈ 10 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ വീട്ടിലെ നെഗറ്റീവ് ഊർജത്തെ കളഞ്ഞ് നല്ല പോസിറ്റീവ് ഊർജമായി മാറ്റാനും നമുക്ക് സാധിക്കും.